ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനിടെ കാലാവധി അവസാനിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് കാലാവധി നീട്ടി നൽകുന്നതും സർക്കാർ ആലോചിക്കുന്നു. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മണ്ഡലകാലം വീഴ്ചകളില്ലാതെ നടത്താൻ മുഖ്യമന്ത്രി പരിഗണിക്കുന്ന മാർഗമാണ് കാലാവധി നീട്ടൽ. ദേവസ്വം ബോർഡിന്റെ കാലാവധി ജൂണിൽ തുടങ്ങി ജൂണിൽ അവസാനിക്കുന്ന വിധം പുനഃക്രമീകരിക്കാൻ ആണ് അന്തിമ തീരുമാനമെങ്കിൽ ഓർഡിനൻസ് വേണ്ടിവരും. പക്ഷേ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടില്ല എങ്കിൽ പുതിയ ബോർഡ് ഭരണമേൽപ്പിക്കാൻ NSS വൈസ് പ്രസിഡന്റ് N. സംഗീത് കുമാറിന്റെ പേരടക്കം അണിയറയിൽ സജീവമാണ്. ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങുന്നതിന് 2 ദിവസം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കലുഷിതമായ ഈ അവസരത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്റെ കാലാവധി സംസ്ഥാന സർക്കാർ നീട്ടി നൽകുമോ? ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. PS പ്രശാന്ത് പ്രസിഡന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃത്വം ഇപ്പോൾ ഒരു മുൾമുനയിൽ നിൽക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്റെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വത്തിന് കാലാവധി നീട്ടി നൽകുമോ? ബോർഡിന്റെ കാലാവധി നീട്ടുന്ന കാര്യം സംസ്ഥാന സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട്. കാരണം മണ്ഡലകാലത്തിന് 2 ദിവസം മുൻപ് കാലാവധി അവസാനിക്കുന്നതുകൊണ്ട് മണ്ഡല മകരവിളക്ക് കാലം സുഗമമായി നടത്താൻ പുതിയ നേതൃത്വത്തിന് സാങ്കേതികമായും ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ടാണ് ഈ വിഷയം സജീവമായി സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ആ കടുത്ത തീരുമാനം സർക്കാർ സ്വീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുക എന്നത് LDFനെ സംബന്ധിച്ച് നയപരമായ ഒരു പ്രശ്നമാണ്. കാരണം 4 വർഷവും 3 വർഷവും ഒക്കെ കാലാവധി ഉണ്ടായിരുന്നു UDF സർക്കാരിന്റെ കാലത്ത്. അത് LDF സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ 2 വർഷമായി കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സർക്കാർ തന്നെ കാലാവധി നീട്ടുന്നത് നയത്തിന് വിരുദ്ധമാകും. മണ്ഡലകാലം തുടങ്ങുന്നതിന് 2 ദിവസം മുൻപ് കാലാവധി അവസാനിക്കുന്നു എന്ന പ്രശ്നം ഒഴിവാക്കുന്നതിനായി ജൂണിൽ കാലാവധി തുടങ്ങി ജൂണിൽ അവസാനിക്കുന്ന വിധം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണകാലം പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അതിനാണ് സർക്കാർ പരിഗണന നൽകുന്നത്. പക്ഷേ അതിന് നിയമനിർമ്മാണം ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസരമല്ലാത്തതിനാൽ നിയമനിർമ്മാണത്തിന് ഓർഡിനൻസ് മാത്രമേ പോംവഴിയായുള്ളൂ. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്ന പശ്ചാത്തലത്തിൽ ഗവർണർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നാലും ഒപ്പിടുമോ എന്ന കാര്യം സംശയമാണ്. അതിന് ഗവർണർ അനുകൂലവുമല്ല. അയ്യപ്പ സംഗമത്തോടെ NSS സംസ്ഥാന സർക്കാരുമായി അടുത്തു. പക്ഷേ അതിന് പിന്നാലെ വന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയോടെ NSS കടുത്ത ആശങ്കയിലാണ്. ഈ അവസരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വം NSSന്റെ ചുമതലക്കാരായ ഒരാൾ ഏറ്റെടുക്കുന്നത് ശരിയാകുമോ എന്ന ചോദ്യം വലിയ തോതിൽ സംഘടനയ്ക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ N. സംഗീത് കുമാർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM നേതൃത്വം ചില പേരുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മുൻ MP A. സമ്പത്തിന്റെ പേരാണ്. K. രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രധാന ചുമതല വഹിച്ച ആളാണ് A. സമ്പത്ത്. CPM സംസ്ഥാന സമിതി അംഗം അനിൽകുമാറിന്റെ പേരും സജീവമായി കേൾക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഒരു മുഖം മാറ്റമാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പുതിയ നേതൃത്വത്തെ ആയിരിക്കും സംസ്ഥാന സർക്കാർ ബോർഡിന്റെ സാരഥ്യം ഏൽപ്പിക്കുക. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.